നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ വളരെ നിങ്ങൾ കാണപ്പോൾ തന്നെ മനസ്സിലാവും. ഒരു വാഷിംഗ് മെഷീനാണ്. സാംസങ്ങിൻ്റെ ഡയമണ്ട് ഡ്രം എന്ന് പറഞ്ഞ ഒരു വാഷിംഗ് മെഷീനാണ്. ഇത് മേടിച്ചിട്ട് ഓൺലൈനിൽ മേടിച്ചതാണ്. ഏകദേശം ഇതിൻ്റെ വർഷം എന്ന് പറഞ്ഞാൽ ഒരു 7 വർഷമാവും. ലോക്ക്ഡൗണിൻ്റെ മുന്നേ, ഒരു വർഷം മുന്നേ മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പം മൊത്തവും അടി പൊളിഞ്ഞു പോയി. ഇതിൻ്റെ ബോഡി മൊത്തം തുരുമ്പ് കയറി. അപ്പോൾ വാഷിംഗ് മെഷീൻ ഫങ്ഷനാണ്, നല്ല കണ്ടീഷനാണ്. പക്ഷേ ഇത് സെയിൽസിനല്ല. ഇതിൽ നിങ്ങൾ നോർമലി ഇത് നിങ്ങളെടുത്ത് കളയാറാണ് പതിവ്. അപ്പോൾ ഇത് കളയാതെ ഇത് നിങ്ങൾ കമ്പനിയിൽ വിളിക്കുക. അവരെ സർവീസ് സെൻറ്റേഴ്സ് കാണും. അതിനെ വിളിച്ചിട്ട് അവർ വന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ബോഡി അവർ ഫുൾ ചേഞ്ച് ചെയ്ത് തരും. അതിപ്പോൾ ഞാൻ വിളിച്ച് സംസാരിച്ചായിരുന്നു. അപ്പോൾ സംസാരിച്ചപ്പോൾ ഒരു 4000 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി അകത്ത് നിങ്ങൾ നോക്കണം. മൊത്തവും ഏകദേശം കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചെറുതായിട്ട് കാണാം. അടിയിൽ മൊത്തം, അകത്ത് മൊത്തം തുരുമ്പാണ്. ബോഡി മൊത്തം തുരുമ്പെടുത്ത് പോയി. അതാണ് സിറ്റുവേഷൻ. അപ്പോൾ ഇത് നമ്മൾ വെള്ള ഈർപ്പവും ഇത് തൊടാത്ത സ്ഥലത്ത് വേണം വെക്കാൻ. അടിയിൽ ഇതിൻ്റെ അടിയിലെ ബേസ്മെൻറ്റ് എപ്പോഴും പൊങ്ങി നിൽക്കണം. ഇപ്പം നിങ്ങൾ വല്ല കുളിമുറിയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ വെക്കരുത്. കാരണം ഞാൻ നോർമലി നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു ബാത്റൂമിലാണ് വെച്ചാൽ കുളിക്കണം. പക്ഷേ അവിടെ ഈ വെള്ളം തറയിൽ കൂടെ ഫ്ലോ ചെയ്യുമായിരുന്നു. എന്നുവെച്ചാൽ ഇതിൻ്റെ ഡ്രെയിനേജ് നമ്മൾ കറക്റ്റ് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് പൈപ്പ് ഇട്ട് കൊടുത്തത്. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അത് ചെയ്യണം നിങ്ങൾ. ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോഴത്തേക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്. സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെത്. സാംസങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ എൻ്റെ 10 വർഷമായ വാഷിംഗ് മെഷീൻ കൊണ്ട് ഒരു ഡാമേജും ഇല്ല. സ്റ്റിൽ വർക്കിംഗ് ആണ്. റഫ് കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത്. അതും കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്കിത് മനസ്സിലായല്ലോ. ഇത് നല്ല വാഷിംഗ് മെഷീനാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 6.5 എങ്ങാണ്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇവിടെ എങ്ങാണ്ട് മെൻഷൻ ഉണ്ടായിരുന്നു. അതെല്ലാം ഇളവി പോയി. അപ്പോൾ ഇത്രയും കപ്പാസിറ്റിയിലാണ്. ഒത്തിരി ഒതുക്കമുള്ളതുകൊണ്ടാണ് ഇതെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇതൊക്കെ എല്ലാം പെരുവി ഏകദേശം ഡാമേജ് ആയിട്ടുണ്ട്. ബോഡിയാണ് ഡാമേജ് ആയിരിക്കുക. ബാക്കി ഇതിൻ്റെ ഒന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ ഇത് ഇനി കമ്പനിയുടെ ആൾ വന്ന് അവരെടുത്തുകൊണ്ട് പോകും. അതിനെ ഫുള്ള് ബോഡി ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു സാധനം വന്നിട്ടില്ല. അതിൻ്റെ സാധനം വന്നിട്ട് അവർ ഇൻഫോം ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ അങ്ങനെ റിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിക്കും. നിങ്ങൾ കാണുന്നത് ഇത് ബോഷിൻ്റെതാണ്. ബോഷിൻ്റെ വാഷിംഗ് മെഷീനാണ്. ഇത് ഞാൻ സെക്കൻഡ് ഹാൻഡ് ആണ് മേടിച്ചത്. അപ്പോൾ ഇത് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 10,000 ആണ് ആയത്. ഇത് 6 കിലോയാണ്. 800 RPM ആണ്. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ആവശ്യം പോലെ ട്രിവാൻഡ്രം പല ഇതിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാം. അവർ തന്നെ സർവീസിങ്, അവർ തന്നെ എല്ലാം ചെയ്തു തരുന്ന. അപ്പോൾ അവരിലും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജെന്യുവിൻ ആയിട്ടുള്ള സെല്ലേഴ്സ് ഉണ്ട്. അവർ ഫേസ്ബുക്കിലോ OLXൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓൺലൈനിൽ. അപ്പോൾ അവിടെ പോയി ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ എടുക്കാം. ഞാനിത് എടുത്ത് അവർ ചെന്ന് നമുക്ക് മെഷീൻ കാണുമ്പോൾ തന്നെ ഏകദേശം കണ്ടീഷനൊക്കെ അറിയാം. വലിയ ഡാമേജ് ഒന്നുമില്ല. ബാക്കിൽ ഒരു മൂടിയുണ്ട്. അതൊന്ന് ഇളവി പോകണുണ്ടായിരുന്നു. അതിലൊരു സ്ക്രൂ വെച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ സ്ക്രൂ വെച്ച് ഓക്കെ ആക്കി. ഈ ബാക്കിലൊരു മൂടി നിൽപ്പുണ്ട്. കണ്ട ഇതാണ്. അപ്പോൾ ഇത് മൂടി നിൽക്കുന്നത് ഇത് ഇളവി പോയായിരുന്നു. അപ്പോൾ അതാണ് സംഭവം. അതിനെ നമ്മളിപ്പോൾ ചെറിയൊരു സ്ക്രൂ വെച്ചിട്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ നേരത്തെ ഇവിടെയാണ് ഇരുന്ന പ്ലേസ്, ഇവിടെ മറ്റേ സാംസങ് ഇരുന്നത് ഞാൻ അവിടെയാണ് വെച്ചിരുന്നത്. തറയിൽ ഒരു ഹൈറ്റ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഡ്രെയിനേജ്, ഈ തറയിൽ വെള്ളം വീണ് ഇതേപോലെ ഫുൾ വെള്ളത്തിൽ നനഞ്ഞിരിക്കും. അവിടെ ഇങ്ങനെ പൈപ്പ് ലൈൻ ഇട്ട് ഞാനിപ്പോൾ ജോയിന്റ് ചെയ്ത് ഇങ്ങനെ ലൈൻ ഇട്ട് ഡ്രെയിനേജ് പൈപ്പിൽ കൂടെ തന്നെ തറയിൽ വെള്ളം പോവാത്ത രീതിയിൽ ആണിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അതേപോലെ പൈപ്പ് ലൈൻ ഇട്ടിട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. പിന്നെ ഇത് ഹൈറ്റ് ഒന്ന് കൂട്ടിയേക്കണം. താബൂക്ക് അല്ലെങ്കിൽ ഇത്തിരി ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്യുക. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് സംഭവം
എനിക്ക് സഫീഷ്യൻ്റ് അല്ലാന്ന് തോന്നുന്നുണ്ട് ഇതിൽ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത് മേടിച്ച് വെക്കപ്പോഴത്തേക്ക് ഇതിൻ്റെ ബോഡിയുടെ അണ്ടറിൽ മൊത്തം ഇരുമ്പാണ്. അപ്പോൾ താബൂക്കിൽ ചെറിയ നനവ് വന്നാലും അത് പിടിക്കും. അപ്പോൾ അതിന് പകരം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാലറ്റ്സ് വരും. അത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല. സാധനം നമ്മൾ ബിഗ് ബസാറിലും അല്ലെങ്കിൽ മാർജിൻ ഫ്രീ മാർക്കറ്റിലോ ലുലുവിലോ എവിടെയൊക്കെ പോകുമ്പോൾ ഈ സാധനം അവിടെ ഇരിക്കുന്നതാണ്. അവർ ലോഡിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അത് ഒത്തിരി കട്ടിയുള്ള സാധനമാണ്, ഒത്തിരി റേറ്റും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പാലറ്റ്സ് ആണെങ്കിൽ വളരെ ഗുണം ചെയ്യും. പിന്നെ ഇതിൻ്റെ ബുഷുകൾ കിട്ടുന്നുണ്ട് മേടിക്കാൻ. അത് ടൈൽസ് ഉള്ള തറയിലാണെങ്കിൽ കുഴപ്പമില്ല, റൂമിൽ വെള്ളമൊന്നും വീണില്ല, അങ്ങനെയുള്ളവർക്ക് അതായിരിക്കും ബെറ്റർ. അപ്പോൾ IFBയുടെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ബുഷ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന വലിയ പ്രൈസൊന്നും ആയിട്ടില്ല. 600 സംതിങ് അങ്ങാണ്ട്, അത് 400 സംതിങ് അറൗണ്ടാണ് വന്നത്. മീഷോ എന്നങ്ങാണ്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അത് ഒത്തിരി ഡ്യൂറബിൾ ആണ്, അത് കുഴപ്പമില്ല. അതിൽ IFBയുടെ വാഷിംഗ് മെഷീൻ നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ഈ മുസൈക്ക് തറയാണ് കേട്ടോ. ഇത് ഒരു പഴയ ഒരു ബാത്റൂമാണ്, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്താണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ട് വാഷിംഗ് മെഷീനിന് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു സെക്ഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വാഷ് ചെയ്ത് ഔട്ട്സൈഡിൽ വെച്ച് പൂട്ടിയെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതിൽ ടൈൽസ് ഇട്ട് കുറച്ച് വാഷിംഗ് മെഷീൻ മാത്രം ആക്കി പൈപ്പ് ലൈനൊക്കെ കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളിത് വലിച്ച് ഔട്ട്സൈഡിൽ കൂടെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ വാഷിംഗ് മെഷീൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾ ഒന്ന് നോക്കേണ്ടത്, നിങ്ങൾക്ക് പ്രഷർ കിട്ടുന്ന ഏരിയയിൽ വേണം ഈ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ വയ്ക്കാൻ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിപ്പോൾ വാഷിംഗ് മെഷീൻ വയ്ക്കപ്പോൾ ഇതിൽ വാട്ടർ പ്രഷർ ഇല്ലെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു 2 നില ഹൈറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു അഡീഷണൽ ഒരു പമ്പ് വെക്കേണ്ടി വരും. ഞാൻ നേരത്തെ ഒരു പമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കരിഞ്ഞു പോയി. ഒരു V-ഗാർഡിൻ്റെ ഒരു ലൈൻ പമ്പാണ്, ഒരു 1/2 HP പമ്പാണ് വരുന്നത്. സ്മോൾ പമ്പാണ്, വലിയ ഇതൊന്നുമില്ല. ലൈനിൽ നമുക്ക് പൈപ്പ് ലൈനിൽ ഇതേപോലെ പൈപ്പിൽ അത് കണക്ട് ചെയ്യാം. അപ്പം അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ അത് വാഷിംഗ് മെഷീനിൽ എത്തിക്കും. പക്ഷെ അതിൻ്റെ വിലയും 4000-5000 സംതിങ്ങിൽ വരും. അപ്പോൾ അതിനെക്കാട്ടി നിങ്ങൾ നാച്ചുറലായിട്ട് ഫ്ലോ കിട്ടുന്ന പ്രഷർ കിട്ടുന്ന ഹൈറ്റിൽ വെച്ചിട്ട് ഇത് ഇവിടെ വയ്ക്കുക. അപ്പോൾ 2ാമത്തെ നിലയിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ ഉയരത്തെ നിലയിലാണ് വെച്ചിരുന്നത്. അപ്പോൾ അവിടെ പ്രഷർ കുറവാണ്, കാരണം ടാങ്ക് അതിൻ്റെ അബവ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ആ പ്രഷർ പോരാ, അറ്റ്ലീസ്റ്റ് ഒരു 2 നില പൊക്കമെങ്കിലും വേണം, എങ്കിലേ നമുക്ക് ആ വാട്ടർ പ്രഷർ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഈ തറയുടെ ഗ്രൗണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എനിക്ക് അറിയാവുള്ളൊരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും ഇപ്പം പുതിയ ഒരു വീട് വയ്ക്കപ്പോൾ അതെല്ലാം അവർ മാനേജ് ചെയ്യും. അപ്പോൾ പഴയ വീട്ടിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു പുതിയ ഇക്വിപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് വരുമ്പോൾ നമ്മളതിന് ചിലപ്പോൾ സ്പേസ് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്നും ചെയ്ത് കാണൂല. അപ്പോൾ നമ്മളത് എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പൈപ്പ് ലൈന്, വയറിങ്, ഇതെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ ഇപ്പം ഞാൻ നിർത്തണില്ല, കാരണം ഇതിലൊരു വാഷിംഗ് മെഷീനും കൂടെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ഞാൻ മേടിച്ചത് 6.5 കിലോയാണ്, സാംസങ് ആണ്. ഇതും ഓൺലൈനിൽ അല്ല, ഇത് പോത്തീസിനാണ് എടുത്തത്. നമ്മൾ പോത്തീസിന് എടുത്താണ്. അപ്പോൾ ഒരു about 10 years ആയിട്ടുണ്ട്. കുറഞ്ഞത് എനിക്ക് തോന്നുന്നൊരു 12 years 13 years ആയി കാണും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കല്യാണത്തിന് മുന്നേ എടുത്തതാണ്, ഒരു 2 കൊല്ലം മുമ്പ് കാണണ്ട. അപ്പോൾ മോൻ്റെ വയസ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു 12-13 years ആവും. അപ്പോൾ ഇതേ കണ്ടീഷനിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കാറില്ല, ഒന്നും ചെയ്യില്ല. സെമി ഓട്ടോമാറ്റിക് മെഷീനാണ് ഇത്. ഇപ്പോഴും വർക്കിംഗ് ആണ്, ഒരു കുഴപ്പവും ഇല്ല, നല്ല പവർഫുള്ളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ ക്ലീൻ ആവണ ഒരു സംഭവമാണ്. കാരണം ഇതിൻ്റെ സാംസങ്ങിൻ്റെ ഞാൻ സെക്കൻഡ് ഹാൻഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര പവർഫുൾ മോട്ടറാണ്. മോട്ടറിൻ്റെ എനിക്ക് HP ഒന്നും അറിഞ്ഞുകൂടാ, ഇതിനൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നല്ല പവർഫുള്ളായിട്ട് കറങ്ങും. അപ്പോൾ അത് കൊണ്ടാണ് ഇത് മൊത്തം ഫുൾ ബോഡിയാണ്. ഈ ഫുൾ ബോഡി എന്ന് പറഞ്ഞാൽ ഫുൾ പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫുൾ പ്ലാസ്റ്റിക് ബോഡി ആയതുകൊണ്ട് ഇതിൽ വെള്ളം വീണ നോ ഡാമേജ് ആണ്. ഇത് അകത്ത് പോലും വെള്ളം ഇറങ്ങത്തില്ല. ഇത് നിങ്ങൾ മഴയത്തിട്ടാലും ഇതിൽ ഒരു പ്രശ്നമില്ല. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഇവിടെയൊക്കെ വെള്ളം, ഈ സ്വിച്ചിൻ്റെ അകത്തൂടെ പോലും വെള്ളം
വീണാൽ പോലും നിങ്ങൾക്ക് കറണ്ടിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഷോക്ക് അടിക്കണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഈ വാഷിംഗ് മെഷീനിലില്ല. പക്ഷെ ഇത് വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ ഞാൻ വൈറ്റ് ക്ലോത്ത് കുറച്ചുകൂടെ ക്ലീൻ ആവാൻ വേണ്ടി ആദ്യമേ നമ്മൾ ഇതിനകത്തിട്ടൊന്ന് വാഷ് ചെയ്യും. ഞാൻ മുണ്ട്, വൈറ്റ് ഷർട്ടുകൾ അങ്ങനെയുള്ളത് ഇതിൽ നല്ലപോലെ വാഷ് ചെയ്ത് നല്ലപോലെ അടിച്ചിട്ട് റിൻസിങ്ങും സ്പിന്നിങ്ങും പിന്നെ ഇതേപോലെ മറ്റേ സാംസങ്ങിന്റെ ചെയ്ത പോലെ ഇതിലിട്ട് ചെയ്തെടുക്കും. കാരണം എന്ന് വെച്ചാൽ അതിൽ വാഷിംഗ് നല്ലപോലെയാണ്, പിന്നെ റിൻസിങ് ചെയ്യാൻ അതിൽ വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തില്ല, വാഷിംഗ് മാത്രം അതിലെടുത്തിട്ട് ബാക്കി സ്പിന്നിങ് അതിൽ നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. സ്പിന്നിങ് നല്ല, കാരണം ഇതിൽ തന്നെ വരുന്നുണ്ട്, നമ്മൾ അതിൽ ഉപയോഗിക്കാറില്ല. അതിൽ പക്ഷേ ഉപയോഗിക്കപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനത്തെ വാഷിംഗ് മെഷീൻ 6.5 കിലോ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ വെള്ളം ലെവൽ എപ്പോഴും ലോ വെക്കുക. കുറച്ച് തുണി ഇടുക. അധികം തുണി നമ്മളിപ്പോൾ വാട്ടർ ലെവൽ ഇവിടം വരെയൊക്കെ പിടിച്ച് ഇടുമ്പോൾ ഇതിന് ശക്തി കുറയും ഒലയ്ക്കുന്നേര. പിന്നെ കുറച്ച് കഴിവൽ മതിയെങ്കിൽ അത് മതി. പക്ഷേ ഈ വാഷിങ്ങിന്റെ ക്ലീനിങ് നെക്സ് കുറയും, അധികം ക്ലീൻ ആവത്തില്ല. അപ്പം നമ്മൾ കുറച്ച് തുണിയാണ് ഇടണമെങ്കിൽ വാട്ടർ ലെവൽ ഏകദേശം ഇത്ര ഇട്ടിട്ട് ഒരു 2-3 പാന്റ്, ജീൻസ് ഒരുപാട് അഴുക്കാണെങ്കിൽ ഒരു ജീൻസോ 2 ജീൻസ് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിട്ട് ഒരു 15 മിനിറ്റ് റൊട്ടേഷൻ ചെയ്ത് ഒരു 1 അവർ അതിനെ വിട്ടേക്കുക. അതിനകത്ത് വീണ്ടും ഒരു 15 മിനിറ്റ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് വരും. കാരണം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ക്ലീനിങ്നെസ് കൂടുതൽ കിട്ടും. ഇതിൽ കുറച്ച് തുണിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിലും കിട്ടുമായിരിക്കും, ഇതേപോലത്തെ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനിലും കിട്ടുമായിരിക്കും. അപ്പോൾ തുണി ചിലപ്പോൾ കുറച്ചിട്ടാൽ കിട്ടുമായിരിക്കും. ഞാൻ അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല അങ്ങനെ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ 2 മെഷീൻ ഉണ്ടെങ്കിൽ കളയരുത്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സ്ഥലത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ഇത് എവിടെയെങ്കിലും വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നിടത്തൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്തായാലും ക്ലീനിങ്ങിന്റെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും കഴുകാൻ ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ആദ്യമൊക്കെ ഞാൻ കൈ കൊണ്ടൊക്കെ തന്നെ കഴുകിക്കൊണ്ടിരുന്നത്. കാരണം എനിക്ക് സിംഗിളായിട്ട് നടക്കപ്പോൾ നമുക്ക് വലിയ കഴുകൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒരു പാൻറ്, 2 പാൻറ്, ഒരു ഷർട്ട്, 2 ഷർട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് കല്യാണം കഴിയുമ്പോൾ ഒത്തിരി ഹെവിയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാത്ത പറ്റത്തില്ല. അപ്പോൾ നമുക്കൊന്ന് ടൈം അവൈലബിലിറ്റി ഒരു പ്രശ്നം. അപ്പോൾ ടൈം സേവിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 2 പേരും ഒരാൾ ഇതിന്റെ ബാക്കിൽ നിൽക്കണം. അപ്പോൾ ഇതിൽ ഇങ്ങനെ നമുക്ക് കുറച്ച് ടൈം സേവിങ് എക്യുപ്മെന്റ്സ് എപ്പോഴും വീട്ടിൽ, ഇലക്ട്രോണിക്സ് എപ്പോഴും നമുക്ക് നല്ലതാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.